ഹായ് ഫ്രണ്ട്സ്, റെസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പഴംപൊരിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തെടുക്കാം. മൈദ, ഉപ്പ്, പഞ്ചസാര, ജീരകം, ഏലക്ക, പിന്നെ അതിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ കളർ യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒരുപാട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമായി പോകരുത്, എന്നാൽ കട്ടിക്ക് ആകരുത്. നല്ല രീതിയിൽ ഉടച്ച് തന്നെ കട്ട കുത്തിയിരിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴം മുക്കുമ്പോഴത്തേക്കും പഴത്തിൽ നിന്ന് മാവ് വിട്ടുപോകാതെ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലൊരു ലൂസ് മെത്തേഡിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇവയെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം പഴം കീറി മാവിലേക്കിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. പഴം കീറുന്നത് പല വിധത്തിലുണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നീളത്തിൽ തന്നെ ഒരു പഴത്തിന് 3ആയിട്ട് കീറിയാണ് ചെയ്തിരിക്കുന്നത്. അത് പഴത്തിൻ്റെ കനം കുറയുന്നതനുസരിച്ച് പഴംപൊരിയുടെ ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് വട്ടം മുറിച്ച് 4ആയിട്ട് പൊളന്ന് ചെയ്യുന്നവരും ഉണ്ട്, അല്ലാതെ 2ആയിട്ട് നീളത്തിൽ തന്നെ മുറിച്ച് ചെയ്യുന്നവരും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും എന്നെ ഓർക്കണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നല്ലപോലെ മുരിച്ച് വേണം പഴംപൊരി എപ്പോഴും നമ്മൾ വറുത്ത് കോരാനായിട്ട്. നല്ല രീതിയിൽ ഫ്രൈ ആയി എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടും. ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ എണ്ണയിലേക്ക് തിരിച്ച് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ഉണ്ടാക്കുക. കണ്ടോ, നമ്മുടെ പഴംപൊരി റെഡിയായത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പഴംപൊരി ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.